നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനികൾ, ഈ കടുക് ചോരുന്നത് കാണും, നാളികേരം ചോരുന്നത് കാണൂല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അപ്പോൾ ഇവിടെ മതേതര സോഷ്യലിസ്റ്റ് വാദികളും നിഷ്പക്ഷവാദികളായ അഡ്വക്കേറ്റ് ജയശങ്കറിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ഇന്നലെയും പറഞ്ഞു, മാവേലി നാടു വാണിയിടും കാലം മനുഷ്യ എല്ലാവരും ഒന്നുപോലെ ആ പാട്ടൊക്കെ പാടി തന്മയത്തോടെ അവതരിപ്പിച്ചു. അത് കഴിഞ്ഞ് പറഞ്ഞു, മലരും കുന്തിരി കരുതിക്കോ എന്നുള്ള ആ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം 100% തെറ്റാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങളെ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. ഒരുവിധം വർഗീയതയോ അല്ലെങ്കിൽ ഭീകരതയോ രാജ്യവിരുദ്ധയോ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കുന്നില്ല, ആരുടെ ആണെങ്കിലും. പക്ഷെ അതേ സ്ഥാനത്ത് ഈ ജയശങ്കർ വക്കീൽ കാണാതെ പോകുന്നത്, അതിപ്പോൾ വലിയ മതേതരവാദി, വലിയ ജനാധിപത്യവാദിയും സോഷ്യലിസ്റ്റ്വാദിയും നിഷ്പക്ഷവാദിയാണ്. ചാനൽ ചർച്ചയിൽ നിഷ്പക്ഷകൻ എന്ന് പറഞ്ഞത് കള്ളന്മാരെ പോലുള്ളവരാണ് നിഷ്പക്ഷം എന്ന് പറഞ്ഞത്. ഇവർക്ക് എന്ത് നിഷ്പക്ഷരാണ്? അതായത് തലശ്ശേരി പട്ടണത്തിൽ സംഘപരിവാർ മറ്റേ മാസ്റ്ററുടെ കുത്തിക്കൊന്ന മാസ്റ്ററുടെ അനുസ്മരണ ദിനത്തിൽ CPM-നെതിരെ തുടങ്ങിയ ആ ജാഥയിൽ അവസരം വിളി മുഴുവൻ നടത്തിയത് ലീഗിനെ അല്ല, ലീഗിനെ സൂര്യാപ്പിയല്ല, മുസ്ലിം സമുദായത്തെയാണ്. വ്യക്തമായിട്ടും അതിനീചമായ നികൃഷ്ടമായ നിഷ്ഠൂരമായ നിഷ്കരുണമായ ഭാഷയിൽ. അതെൻ്റെ ജയശങ്കർ വക്കീൽ കാണാൻ പറ്റുന്നില്ലല്ലോ. കണ്ണിൽ മുളുകൂടി വീണില്ല വക്കീലെ, ചെവിയിൽ ഈയം ഒഴിച്ചില്ല വക്കീലെ. വക്കീലെ പോലൊരു മാന്യന്മാരാടി മര്യാദക്ക് നിഷ്പക്ഷോടെ രണ്ട് കാര്യം പറയണം. ഞങ്ങൾ രണ്ടും പറയുന്നുണ്ടല്ലോ. ഞങ്ങൾ ഒരിക്കലും PDP അല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യൂനപക്ഷ വർഗീയത പ്രോത്സാഹിപ്പിക്കുന്നില്ല. പ്രോത്സാഹിപ്പിക്കും മാത്രമേ ഞങ്ങൾ നഖശിഖാന്തം എതിർക്കും. അതെന്തുകൊണ്ടാണ് കൂടി വക്കീൽ പറഞ്ഞുതരാം. ന്യൂനപക്ഷ വർഗീയത കൊണ്ട് നാട്ടിൽ ഒന്നും സംഭവിക്കില്ല. പക്ഷേ ന്യൂനപക്ഷ വർഗീയത വളർന്നാൽ ഭൂരിപക്ഷ വർഗീയത വളരും. ഭൂരിപക്ഷ വർഗീയത വളർന്നാൽ അത് നാടിനാപത്താണ്. അപ്പോൾ എന്താ വേണ്ടേ? ന്യൂനപക്ഷത പാടില്ല. അല്ല, വെറുതെ അങ്ങോട്ട് പാടില്ല എന്ന് പറയില്ല, കാര്യകാരണ സഹിതമാണ്. കാരണം ന്യൂനപക്ഷങ്ങൾ പൊങ്ങിയോണ്ട് ഒരു രാജ്യത്തും അവർ അധികാരം പിടിച്ചെടുത്തിട്ടില്ല, അതാണ് സത്യം. അതുകൊണ്ട് അവർ വർഗീയത കാണിച്ചുകൊണ്ട് പെട്ടെന്ന് ക്ഷീണം പറ്റാൻ സാധ്യതയില്ല. പക്ഷേ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ മനസ്സിലാക്കണം, ന്യൂനപക്ഷ വർഗീയത വളർന്നാൽ ഭൂരിപക്ഷ വർഗീയത വളരും, അത് നാടിനാപത്താണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ന്യൂനപക്ഷ വർഗീയത പാടില്ല. അതാണ് ഞങ്ങൾ പോളിസി പറയുന്നത്. മനസ്സിലാക്കണം, തെറ്റിദ്ധരിക്കും. ഇങ്ങനെയുള്ള മാന്യന്മാരൊക്കെ കുറച്ചുകൂടി മിണ്ടായിരിക്കുക, അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ട് പറയുക, അല്ലെങ്കിൽ അതാണ്. ഇതൊന്നും ആരും പറയാൻ, ഒരു തെരുവ് നായ്ക്കൾ പോലും ഇതൊക്കെ ചോദ്യം ചെയ്യാനോ പറയാനോ ഒരു കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP നേതാക്കൾ ഇല്ലാതെ പോകുന്നല്ലോ അവർക്ക്. അവിടെയാണ് രാഷ്ട്രീയം തമ്മിൽ വ്യത്യാസം. മറ്റൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം എൻ്റെ നാട്ടുകാരെ, എൻ്റെ ജനങ്ങൾ. ഏറ്റവും വലിയ മതേതര സോഷ്യലിസ്റ്റ് ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ്, അതൊരു സംശയമില്ല. ആ കോൺഗ്രസ് നേതാക്കളുടെ കഴിവില്ലായ്മയോ അല്ലെങ്കിൽ തെമ്മാടിത്തരോ, ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം, നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ശിവസേന എന്ന് പറയുന്നത് BJP-കൾ വർഗീയം മാത്രമല്ല, അതൊരു പ്രാദേശിക കൊള്ളരാത്ത പാർട്ടി കൂടിയായിരുന്നു. അതിൽ ബോംബെയിലൊക്കെ ഒരുപടി മലയാളി ഉൾപ്പെടെ തമിഴ് മദ്രാസി എന്ന് പറഞ്ഞത് കൊന്നതൊക്കെ. ആ ശിവസേന മാനസാന്തരപ്പെട്ട് അവർക്ക് BJP-യുടെ ശല്യം സഹിക്കാൻ പറ്റാതെ ആണെങ്കിൽ പോലും ദേശീയതായി ചിന്തിച്ചതിൻ്റെ ഫലമായിട്ട് കോൺഗ്രസ് ചേർന്നു. അതിനന്ന് VM സുധീരൻ, മാതൃകാ പുരുഷൻ VM സുധീരൻ എതിർത്തു. സുധീരൻ പറഞ്ഞ് തെറ്റൊന്നുമില്ല, പക്ഷെ ഒരു പ്രാക്ടിക്കൽ ചെയ്യണം, പ്രാക്ടിക്കൽ. അതൊക്കെ നല്ല അങ്ങനെ ചേർത്തു, ഒരു തെറ്റുമില്ലതേ. അങ്ങനെ ശിവസേനയെ കോൺഗ്രസിന്റെ മുന്നണി ചേർത്ത് പ്രവർത്തിച്ച് കുറക്കൽ ഭരിക്കുകയും ചെയ്തു. അത് ഒരു തെറ്റുമില്ല. പക്ഷേ തെറ്റെവിടെയാണ് കിടക്കുന്നത്? 40% വരുന്ന മുസ്ലിങ്ങൾ ആസാമിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ഭരിച്ച് BJP-കൾ മോശമായിട്ട് ന്യൂനപക്ഷങ്ങൾ ആക്രമിച്ചു. ഇപ്പോഴത്തെ അയാളെ പുറത്താക്കി, അല്ലെങ്കിൽ അയാളെ പുറത്താൻ പോണ് BJP അയാളെ തഴഞ്ഞു കാരണം ജനങ്ങൾ വിട്ടുപോകുന്നു. അങ്ങനെ 40% മുസ്ലിങ്ങളുള്ള ആസാമിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനിയൊന്നുമില്ല, വളരെ പേരിലാണ്. ബാക്കി 60% ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഹിന്ദുക്കളായിരിക്കുമല്ലോ. ഒരു മുസ്ലിം നേതാവ്, ഇവിടുത്തെ ഇന്ത്യൻ മുസ്ലിം ലീഗൊന്നുമല്ല, ഒരു ജാതി പാർട്ടിയല്ല, ഒരു ദേശീയ പാർട്ടിയുടെ പേരിട്ടുണ്ട്. പക്ഷെ അത് നയിച്ചത് ഒരു മുസ്ലിമായിരുന്നാണ്. ഒരു പാർട്ടിക്ക് അവർ 10-12 സീറ്റൊക്കെ പിടിച്ച് ലോക്സഭയിൽ 4-5 സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. ശക്തമാണ്, അയാൾ വലിയ കോടീശ്വരനും കൂടിയാണ്. 2000 കോടി സ്വത്തുള്ള ഈ ഇതുണ്ട്, അത്തറിൻ്റെ ഒക്കെ ബിസിനസ്സുള്ള
വലിയ ബിസിനസ്സുകാരാണ്. അദ്ദേഹം ആസാം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനോട് നമുക്ക് ധാരണയാകാം, സഖ്യമാകാം എന്ന് ചെന്ന് പറഞ്ഞു. അന്ന് ആസാമിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, അയ്യോ അത് പറ്റില്ല, നിങ്ങൾ 40% ഉള്ളൂ, ഞങ്ങൾ 60% ഹിന്ദുക്കളാണ്, അപ്പോൾ 40% കൂടെ കൂടിയാൽ 60% തെറ്റുമെന്ന് പറഞ്ഞാൽ കൂടിയില്ല. അദ്ദേഹത്തിന് അത് പരിചയം കൊണ്ടായിരിക്കാം, ഞാൻ കുറ്റപ്പെടുത്തില്ല. പക്ഷെ അതിനൊക്കെ പരിചയമുള്ള ഒരു വലിയ മഹാപണ്ഡിതനുണ്ടല്ലോ, ബുദ്ധിജീവി, പിന്നെ എന്താണ്, മിണ്ടാപ്രാണി പോലെ നടക്കുന്ന, പിലാത്തോസ് കൈകഴുകി ശുദ്ധമായിട്ട് നിൽക്കുന്ന ആന്റണി അന്ന് സോണിയാഗാന്ധിയുടെ തലപ്പത്ത് 2ാം സ്ഥാനത്ത് ഇരിക്കുകയാണ്. 40 വർഷം ഇരുന്നാണ് കോൺഗ്രസ് നശിപ്പിച്ച് BJP കൊടുത്ത്. ആ അന്തോണിക്ക് പറയാൻ പാടില്ലേ, മിസ്റ്റർ പ്രസിഡന്റ്, ഞാൻ കേരളത്തിലെ ആണ് എൻ്റെ പ്രവർത്തനം, ഞാനിപ്പോൾ 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഞങ്ങളിവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു മുസ്ലിം പേര് തന്നെ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് 80 വർഷമായി ആ പാർട്ടി. അതിൽ 16 വർഷമായിട്ട് കോൺഗ്രസ് സഖ്യമാണ് അവർ ഭരിച്ചിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൂട്ടുകൂടാൻ തെറ്റില്ല എന്ന് പറഞ്ഞ് ആ പാർട്ടിയുടെ കൂട്ടുകൂടികൾ അവർ 40% ഹിന്ദുക്കൾ, ഒരു 20% കിട്ടില്ല കോൺഗ്രസ്. 20% കിട്ടിയാൽ ഭരിക്കാൻ പാടില്ലായിരുന്നോ? അന്ന് BJP കൊണ്ടുപോകുമോ? അപ്പം ഈ ആന്റണിയും ഈ കോൺഗ്രസ് നേതാക്കളും കണ്ണടിച്ച് അത് പറ്റില്ല. അതിന്റെ ഫലം എന്താണ്? ആ സഭയിൽ നിന്നേക്കുമായി കോൺഗ്രസ് ചെയ്തു പോയി. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും ഇത് ഏതെങ്കിലും കോൺഗ്രസ് നേതാവോ അല്ലെങ്കിൽ കോൺഗ്രസിലെ മുസ്ലിം നേതാക്കളോ അല്ലെങ്കിൽ ഈ അന്തോണിയോ പറയുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ, തെറ്റിദ്ധരുന്നുണ്ടോ? ഇല്ല. അത് ആം ആദ്മി പാർട്ടിയായിട്ട് രാജസ്ഥാനിലോ ബീഹാറിലോ വേറെ മറ്റേ ഇതിൽ ഒരു സഖ്യം ഉണ്ടാക്കാൻ പറഞ്ഞു, അത് സമ്മതിച്ചില്ല. അപ്പൊ ഇതിൻ്റെയൊക്കെ അർത്ഥം ഞാൻ വീണ്ടും പറയാണ്, ഡൽഹിയിലെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കാണിച്ച തെമ്മാടിത്തരം, തന്തയില്ലായ്മ, അങ്ങനെയല്ലേ BJPയുടെ അധികാരത്തിൽ വന്നത്? അല്ലെങ്കിൽ വരുമായിരുന്നോ? ആം ആദ്മി പാർട്ടി കോൺഗ്രസ് ഒരു പരസ്പര ധാരണ, അടിയൊഴുക്ക് അല്ലെങ്കിൽ എന്താണ് അടവ് നയം ഒരു സീറ്റ് ധാരണ എത്തിയതെങ്കിൽ ഇന്ന് കോൺഗ്രസ് ഭരിക്കും, BJP അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് ഡൽഹി ഭരിക്കും, കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തോളൂ. ആന്തോണി പിന്നെ രാഹുല്, ആം ആദ്മിയുടെ ആ കള്ളനും ചെയ്തില്ല. കാരണം അവർ പരസ്പര ധാരണ എത്തി കോടികൾ BJPയിൽ വാങ്ങി എന്നാണ് രഹസ്യമായിട്ട് കേൾക്കുന്നത്. കോടികൾ, 1-2 കോടി കിട്ടിയെന്ന് കുഴപ്പമില്ല. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന മൊബൈൽ ഫോൺ 10-30,000 വിലയിട്ട് വിചാരിക്കുക, അല്ലെങ്കിൽ 20,000 വിലയിട്ട് നിൽക്കുക. ഈ 20,000 വിലയുള്ള ഒരു സെക്കൻഡ് ഫോൺ എന്നിട്ട് ഒരുത്തൻ പറയാണ്, ഷാ സാറേ നിങ്ങൾക്ക് ഞാൻ ഇനി ഇരട്ടി വില തരാം എന്ന് പറഞ്ഞാൽ മൊയ്തീൻ ഷാല അപ്പോൾ തെണ്ടി ആണെങ്കിലും കൊടുത്തു ഊലിടോ. അപ്പോൾ BJP ഒന്നും പണം കാട്ടിയാൽ ആരാ വീഴാത്തത്? ഞങ്ങൾ ഗോവയിൽ മന്ത്രിസഭ രൂപീകരണത്തിന് വേണ്ടി 2 മഹാന്മാർ പോയിന്നേ. ഒന്ന് നമ്മുടെ കേരളത്തിൽ നേതാവ്, 2ാം സ്ഥാനത്തുള്ള വേണുജിയും, ഒന്ന് പഞ്ചാബിലെ ഒരു കോൺഗ്രസ് നേതാവും. അവർ രണ്ടുപേരും ഗോവയിൽ പ്രത്യേക ലക്ഷം മദ്യം പെണ്ണോ കിട്ടുന്നില്ലേ, അതെല്ലാം കഴിച്ചു ഉണർന്ന് കൂട്ടമായി ഇട്ട് പോയപ്പോൾ 11 മണിയായി. സത്യം പറഞ്ഞത് 11 മണിയായി വരിപ്പെടുക്കും. അമിത്ഷാ രാത്രി മന്ത്രിസഭ രൂപീകരിച്ച് പോയി വയ്ക്ക് 2 കെട്ട് കൊടുത്തതാണ്. ആ കള്ളന്മാർക്ക് കൊടുത്തേട് മതി കവട്ടറിൽ ഏൽപ്പിച്ചതാണ് താമസിച്ചെടുത്ത്. അതിന് ചോദിച്ചു 10 കോടി കേൾക്കുന്നത്. മുകൾക്ക് മൊഴി ശരിയാത്തില്ല, അതിന് തെളിവ് ചോദിക്കുന്നത്. കാരണം അല്ലെങ്കിൽ അത് നിർണായകമായ സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ കോൺഗ്രസ് ആണ്. ആ രാത്രി തന്നെ അവർ ആൾക്കാരെ കണ്ട് മന്ത്രിസഭ രൂപീകരിക്കണ്ടേ? അത് ചെയ്തോ? അവർ ചെന്നു സുഭിക്ഷമായ ഭക്ഷണവും വിശ്രമവും അവസരം പെണ്ണുപിടിയും മദ്യം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് 11 മണിയായെന്ന് പറഞ്ഞു. 11 മണിയായപ്പോഴേക്കും അമിത്ഷാ രാത്രി മന്ത്രിസഭ രൂപീകരിച്ച് പോയില്ലടോ വേണുജി. പഞ്ചാബരിക്കാൻ അറിയില്ല. അതാണോ രാഷ്ട്രമീമാംസന പ്രവൃത്തി? അതാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞത്. അതാണ് തത്വം. ഉള്ളിക്കുപ്പേരി പോലെ സന്ദർഭം പെരുമാറാൻ പഠിക്കുക, അതാണ് രാഷ്ട്രീയം. കാരണം രാഷ്ട്രീയത്തിൽ നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് മറ്റുള്ളവർ ചെയ്തിരിക്കും സാർ. ഇതുപോലും ഈ സാമാന്യ തത്വം പോലും ഈ ഫിലോസഫി പോലും അറിയാൻ പാടാത്ത കോൺഗ്രസ് നേതാക്കളെ നിങ്ങൾ എങ്ങനെ BJPയുടെ കയ്യിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കും? ഈ പോളിസികൾ അറിയാത്ത രാഹുൽ ഗാന്ധി പിന്നെ പിണറായി എന്താണ് വേണുവിനെയും മറ്റു പഞ്ചാബിനെ ഏൽപ്പിച്ച് പോയില്ലേ, സുഖമായിട്ട് കിടന്നുറങ്ങില്ലേ? രാത്രി വിളിച്ചു ചോദിക്കണ്ടേ, ഫോളോഅപ്പ് ചെയ്യണ്ടേ, രാത്രി വിളിക്കണ്ടേ, 11 മണിക്ക് വിളിക്കണ്ടേ വേണുവിനെ? വേണു എന്തായി നിങ്ങളുടെ കാര്യം ഇവിടെ? രാത്രി 11 മണിക്ക് വിളിക്കണോ? ഇത് വിളിച്ചോ? സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് ഉറങ്ങി, ഇവരും ഉറങ്ങി. അന്വേഷിച്ച് കണ്ണും തിരുമ്പി വന്നപ്പോൾ 11 മണിയായപ്പോഴല്ലോ എന്ത് സംഭവിച്ചു? 11 മണിയായപ്പോൾ അമിത്ഷാ രാത്രി മന്ത്രിസഭ രൂപീകരിച്ച് പോയി കൊട്ടുകെട്ടി. പിന്നെ 5-10 കോടി 2 കെട്ട് കിട്ടി. പിന്നെ ഇവർക്ക് എന്താണ് BJP വെച്ചാൽ അവർക്ക് എന്താ കുഴപ്പം? ഞാൻ ഒരു കാര്യം പറയാം, യേശുവിന്റെ പ്രസിഡന്റ് ആയിരുന്നല്ലോ, യേശുവിന്റെ പ്രസിഡന്റ് ലോക നേതാവ് പിന്നെ പ്രിയങ്ക പിന്നെ
റോണി പിന്നെ സോണിയാജി. ഞാൻ അവരൊക്കെ മണ്ടത്തെ ചന്തി കടിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ACC ആസ്ഥാനത്ത് പതാക ഉയർത്തി, AC പ്രസിഡന്റ് ഉയർത്തി, ഒന്നും അറിയാൻ ലാസ്റ്റ് കുളിച്ച് ഡ്രസ് ചെയ്ത് നേരെ അങ്ങോട്ട് വന്നിട്ട് ബൊക്ക് നോക്കി കൊടി താഴെ കിടക്കണം. എൻ്റെ ഗുരു കാൻഷിറാമാണ്, എൻ്റെ പോളിസി അംബേദ്കർസാണ്, അല്ലാതെ ഈ തങ്ങന്മാരുടെ പോളിസി അല്ല. അംബേദ്കർസും ഗുരു പിന്നെ പിന്നെ ഇതാണ് BSPയുടെ ഇതാണ്. അദ്ദേഹം തരുമോ? അദ്ദേഹം അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ വന്ന് അരമണിക്കൂർ മുമ്പ് എല്ലാം നോക്കി കൊടിയൊക്കെ ഉയർത്തി സ്റ്റേജൊക്കെ മൈക്കൊക്കെ സെറ്റ് ചെയ്ത് പോയി. പിന്നെ സമയമാവുന്ന ഉൾക്കാഴ്ച വന്നത് ഒരു നിമിഷം സോണാജിയുടെ ഗ്യാങ് വന്ന് ആ പതാക ഒന്ന് പൊക്കി നോക്കിയിരുന്നെങ്കിൽ ആ കെട്ടുപോകുമായിരുന്നു. ഇങ്ങനെയുള്ള മണ്ടന്മാർ എങ്ങനെയാണ് ഈ BJPയുടെ കയ്യിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുന്നത്? ഇപ്പൊ പിന്നെ ആ പാവം സ്ത്രീ അവർ മാറി നിന്ന് മോളെ ഏൽപ്പിച്ച് പിന്നെ കാർന്നവരെ ഏൽപ്പിച്ച് നടക്കാൻ പോലും പറ്റുന്ന കാർന്നവരൊക്കെ അമിത്ഷായുടെയും മോഡിയുടെ കയ്യിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കാൻ പറ്റുമോ? നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത്? ഇന്ന് അവരിനെ പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടന RSS എന്ന്. ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് BJP എന്ന്. ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് പറയുന്നത് കുറെ ശരിയാണ്. അത്രയും ശക്തമായിട്ട് മണി മാഫിയ മീഡിയ ഇത് മൂന്നും കയ്യിൽ വെച്ച് അധികാര കീറിവോടുകൂടി കൈ നടത്തുന്ന ഈ മോഡിയുടെയും അമിത്ഷായുടെയും കയ്യിൽ നിന്ന് ഈ ഉറക്കം നോക്കി കോൺഗ്രസ് നേതാക്കൾക്ക് എങ്ങനെ അധികാരം പിടിച്ചെടുക്കുമെന്നാണ്. എവിടെ എത്തിയിടുന്ന കോൺഗ്രസ് ഇന്ത്യയിലെ സ്ഥാനത്ത്? നിങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് മുഴുവൻ കിട്ടുമെന്ന് പറഞ്ഞാൽ ജാഥ നയിച്ചു ആൾക്കൂട്ടം ഉണ്ടാക്കിയില്ലേ? ആൾക്കൂട്ടം ഒരിക്കലും വിജയിക്കില്ല, വിജയിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് പോലൊരു വർക്കൊന്നും ഈ പാർട്ടികൾക്ക്. വിജയിക്കണമെങ്കിൽ BJP ചെയ്യുന്ന ചന്തം നോക്കണം. BJP ഞാൻ പറയും, വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ഒരു പേജിന് ഒരാളെ ഏൽപ്പിക്കണം. ആ ഒരാളെ സഹായിക്കാൻ ബാക്കി 12 പേരുണ്ട്. ഇത് 13 കോൺഗ്രസ്സുകാരെ മണ്ടന്മാരെ നിങ്ങൾ കേൾക്കുന്നത്. 12 പേരുണ്ട്, 13 പേരായി. വോട്ടേഴ്സിന്റെ ഒരു പേജിൽ 1448 കൂടി 48 ആളേ ഉള്ളൂ. 48 ആളിൽ നിന്ന് 4 കുടുംബം എന്ന് കണക്കാക്കിയാൽ 12 കുടുംബമാണ്. 12 കുടുംബത്തിൽ 13 പേരായി. ഒരു കുടുംബത്തിൽ ഒരാൾ ആവറേജ് BJP ആളുണ്ട്. ആ കുടുംബത്തിൽ ചലിച്ചാൽ ഒരനക്കം വന്നാൽ അവരറിയും. നിങ്ങൾ വെറുതെ അന്ധമായിട്ട് BJP എതിർത്ത് അസൂയപ്പെട്ട് കാര്യമൊന്നുമില്ല. അവർ പ്രവർത്തിക്കുന്നുണ്ട്. അവർ എന്താ പാടുപെടുന്നുണ്ട്. അവരെ പാർട്ടി വളർത്തി എത്ര ആത്മാർത്ഥമായിട്ട് ജീവൻ വരെ കളഞ്ഞ് 10 പൈസ അവർ അത് നോക്കാതെ കമ്മ്യൂണിസ്റ്റ് ഉൽപ്പന്നം ചെയ്യണ്ടോ? അങ്ങനെ ഒരു കാലം ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ഇന്നിപ്പോൾ അതൊന്നുമില്ല, ഇപ്പോൾ മോശം പോയില്ലേ? എന്നിട്ട് നിങ്ങൾ അധികാരം പിടിച്ചേക്കുന്നു. ഞാൻ പഞ്ചായത്ത് മത്സരിച്ച് കോൺഗ്രസ് ടിക്കറ്റിൽ 88 അന്ന് ഞങ്ങൾ പോളിസി ആദ്യം പറഞ്ഞു, ഞങ്ങൾ ഒരു പേജല്ല ഒരു ഷീറ്റിനാണ് ഒരാളെ വെച്ചത്. ഞങ്ങൾ അന്ന് കൊച്ചു പാർട്ടി, കൊച്ചു പ്രവല്ലേ, ഒരു ഷീറ്റിന് ഞങ്ങൾ ഒരാളെ വെച്ചത്. അത് കൊച്ചു വാർഡിൽ അത് വല്ലതും കോൺഗ്രസ് ചെയ്യുന്നുണ്ടോ? ഇപ്പോഴും ബീഹാറിൽ എന്ത് ചെയ്ത് ആൾക്കൂട്ടം ഉണ്ടാക്കാതെ ഓട്ടോസിറ്റ് പേര് ഇറക്കാനോ എടുത്ത പേര് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിപ്ലവം ഉണ്ടാക്കി. വിപ്ലവം നല്ല തന്നെ ജനങ്ങൾ അറിയട്ടെ, തെറ്റൊന്നുമില്ല. അതുകൊണ്ട് മാത്രം പോരാ, ഇടിച്ചതിനെ അരച്ചതുപോലെ ആവണം. നിങ്ങൾ വിപ്ലവം നടത്തി ആൾക്കൂട്ടം നടത്തി ഒന്ന് ഇടിച്ചു, അല്ലെ ഒന്ന് അനക്കുണ്ടാക്കി. ആ അനക്ക പോരാ, ആ ഇടിച്ചതിനെ ഒന്നുകൂടി അരക്കണം. അപ്പോഴേ അത് ഭംഗിയാവുള്ളൂ. ആ അരക്കൾ എന്ന് പറയുന്നത് വോട്ടേഴ്സ് ലിസ്റ്റിൽ വീണ്ടും പേര് ഇറക്കാന്നുള്ള, എന്നിട്ട് വോട്ട് ചെയ്യാനുള്ള. ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോൾ തൃശ്ശൂർ 1 ലക്ഷം കള്ളവോട്ടുണ്ടായി എന്നൊക്കെ പറഞ്ഞില്ലേ? നാണാവൂല്ലേ? ഇലക്ഷൻ കഴിഞ്ഞിട്ട് 1 വർഷമായിട്ട് കഴിപ്പാട് പറയുന്നത്. ഈ ഇലക്ഷൻ സമയത്ത് വോട്ടേഴ്സ് പേര് ഒരു ഇലക്ഷൻ സമയത്ത് ഒരു വോട്ട് നിങ്ങൾ ചലഞ്ച് ചെയ്യണ്ടേ? വെല്ലുവിളിക്കണ്ടേ? പെൻഡിങ്ങിൽ വയ്ക്കണ്ടേ? വച്ചോടോ കോൺഗ്രസ്സുകാരെ ചോദിക്കുന്നുണ്ട്. വീണ്ടും ഞാൻ പറയുന്നു, ഇന്നലെ ഈ കാക്കമാർ വോട്ട് വാങ്ങിച്ച് നിങ്ങൾ മന്ത്രിയ സമയം ആലോചിച്ച് സമ്പാദിക്കാൻ കാത്തിരിക്കാണ്, ക്യൂയിക്കാണ്. അന്ധമായിട്ട് വിചാരമാണ്. തങ്ങളെയും പിന്നെ ആരാണ് കുഞ്ഞാക്കാനെയും കൂട്ടുപിടിച്ചാൽ എല്ലാം ആയെന്നാണ്. എല്ലാം ആയില്ലെന്ന്. തങ്ങളെയും കുഞ്ഞാക്കാനെയും കൂട്ടുപിടിച്ചാൽ ആകെയുള്ള മുസ്ലിങ്ങളിൽ 20% വോട്ടേ ലീഗിൻ്റെ കയ്യിലുള്ളൂ. ഞാൻ ഇതൊക്കെ പറഞ്ഞില്ല, ലീഗ് നശിപ്പിക്കാൻ വേണമെന്നില്ല. അത് കണ്ടുകൊണ്ട് മാത്രം കാര്യം നടക്കില്ല. കാരണം 23 ലക്ഷമാണ് നിങ്ങൾ നെറ്റിൽ അടിച്ചാൽ കിട്ടും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നെറ്റിൽ അടിച്ച 23 ലക്ഷമാണ്. 23 ലക്ഷം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ എൻ്റെ പേര് മൊയ്തീൻ ഷാ, ഞാൻ എൻ്റെ പേര് ലീഗിൽ ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ എതിർക്കൂല എന്ന് കണ്ട എൻ്റെ പേര്. അങ്ങനെ അനുഭാവികളെ പോലും ചേർത്താൽ 20 ലക്ഷം. അത് അറിയണമെങ്കിൽ CPM-ൻ്റെ 5 ലക്ഷമാണ് CPM-നുള്ളൂ കേരളത്തിൽ. ഇത്ര വലിയ പാർട്ടിക്ക് കേരളത്തിൽ ഏറ്റവും വ്യക്തികളെ നോക്കി ഏറ്റവും വലിയ കേഡർ പാർട്ടി CPM തന്നെയാണല്ലോ.
അത് സംശയമുണ്ടോ? എന്നിട്ട് 5 ലക്ഷമുള്ളൂ. മുസ്ലിം ലീഗിന് ഒരു പ്രവർത്തനം ഇല്ലാതെ മുസ്ലിം ലീഗിന് 23 ലക്ഷമുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും പേര് മുസ്ലിങ്ങളുള്ളൂ. മുസ്ലിം ലീഗിൽ അനുകൂലമുള്ളൂ, മുസ്ലിങ്ങളുള്ളൂ, അനുഭാവികൾ വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആകെ 10 ലക്ഷമുള്ളൂ ഇന്ത്യയിൽ. അവരൊരു മെമ്പർഷിപ്പ് കിട്ടാൻ വലിയ പ്രയാസമാണ്. അങ്ങനെ ചെയ്ത സമയത്ത് 23 ലക്ഷം ആകെ എത്രയുണ്ട്? 40% എടുത്താൽ നമുക്ക് 12. 1,40,00,000 മുസ്ലിങ്ങളുണ്ട് കേരളത്തിൽ. അല്പം കുറേ ഇരിക്കും. അതിൽ 23 ലക്ഷം പോയി ബാക്കി വീണ്ടും ഞാൻ നിങ്ങളോട് കോൺഗ്രസ് ആയിട്ട് പറയാണ്, ബാക്കി 1,20,00,000 അല്ലെങ്കിൽ 17 ലക്ഷത്തോളം കിടക്കാണ് പുറത്ത് ലീഗിലല്ലാതെ. അവരെ വോട്ട് വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ജയിച്ചു വന്ന് അധികാരത്തിൽ കയറുന്നത് അല്ല, ലീഗിൻ്റെ വോട്ട് കൊണ്ടല്ല. ഞാൻ ലീഗിനെ കുറ്റപ്പെടുത്തുക, അത് നശിപ്പിക്കാൻ വേണ്ടി അല്ല പറയുന്നത്. അവർ മണ്ടത്തരം കാണിക്കുന്നു. അത് ഞാൻ അടുത്ത് പറയാം. ഉദാഹരണം പറഞ്ഞ് ഞാൻ ഒരിക്കൽ 12 പാലക്കാട് കാസർഗോഡ് 65 സീറ്റുണ്ട്. 50% മുകളിൽ മുസ്ലിങ്ങളുടെ മേഖലയാണ്. കഴിഞ്ഞ 65 സീറ്റിൽ കോൺഗ്രസിനെ മത്സരിച്ച്, ലീഗിൻ്റെ സീറ്റ് വേറെയാണ്. 5 പേരെ ജയിച്ച് 6 പേര് തോറ്റുപോയി. അങ്ങനെ മുസ്ലിങ്ങൾ മുഴുവൻ ലീഗ് അനുഭാവിയാൽ നിങ്ങൾക്ക് ജയിക്കില്ലേ കോൺഗ്രസ്? അല്ല, നിങ്ങൾ തോൽപ്പിയത് കരുതി കൂട്ടി വല്ല താല്പര്യമുണ്ടോ? കാരണം മുസ്ലിങ്ങളുടെ അവർ ലീഗുകാരല്ല. അതുകൊണ്ട് കുഞ്ഞാക്കാനും തങ്ങളെ കണ്ടുകൊണ്ട് ഈ സതീശ്വരും CP ജോണൊക്കെ അതേതാണ് ഓക്കെയാണ്. മണ്ടനാണ്, മണ്ടത്തരാണ്. CPയുടെ കാര്യം പറയാം. CPയുടെ ഇപ്പം എന്താണ്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധംപത്തിൽ എത്രയാവുന്നതിന് ഇപ്പം നിങ്ങൾ കണക്കാക്കുക. ഇതിപ്പോൾ എന്ത് തെളിവ് വേണം? വസിയത്ത് കൊടുത്ത് ദേശീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യത്തെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ, അത് 2ാമത് മാർക്സിസ്റ്റ് പാർട്ടി CPM വന്നത്. ആ ദേശീയ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിസി വസിയത്ത് കൊടുക്കുക. വസിയത്ത് കൊടുക്കുന്ന ഭൂഷകളും സാമ്രാജ്യവാദികളും പിന്നെ വർഗീയവാദികളും ജാതിവാദികളൊക്കെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും വസിയത്ത് കമ്മ്യൂണിസ്റ്റുകാരില്ല, വസിയത്തൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. അപ്പോൾ വസിയത്ത് കൊണ്ടാണ് ഇപ്പോൾ അടുത്ത ബിനോയ് വിശ്വം വ്യക്തിയായിട്ട് കുഴപ്പക്കാർ ഞാൻ പറഞ്ഞില്ല കേട്ടോ. ബിനോയ് വിശ്വത്തിന് ആക്കണം എന്നൊരു വസിയത്ത് കൊടുത്തോണ്ട്. എന്ത് വസിയത്ത്? എന്താ ഈ വസിയത്ത് ചെയ്ത ആൾ എന്താ ചെയ്തറിയോ? CPIക്ക് ഒന്നും ചെയ്യില്ല. 100 കോടി രൂപയുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എന്തോ കേസുണ്ട്. അത് വിജിലൻസ് കിടപ്പാട്. അത് പിണറായിക്ക് അറിയാം. അതാണ് ആ പുള്ളി മരിക്കുന്നവരും പിണറായിക്കെതിരെ ഒരക്ഷരം ഇട്ടിട്ടില്ല. അങ്ങനെ പുള്ളി മാത്രമേ വേറെ വല്ലതും ഉണ്ട്, ഞാൻ പറയാം. അങ്ങനെ വരുമ്പോൾ വസിയത്ത് കിട്ടി. ഇനി അങ്ങനെ താൽക്കാലികമായിട്ട് വസിയത്ത് കിട്ടി. പിന്നെ വന്നപ്പോൾ ആ വസിയത്ത് നിലനിൽക്കണമെന്ന്, നിലനിർത്താൻ ശബ്ദിച്ച് അവന് പുറത്താക്കും. പാർട്ടിയുടെ ആ അഷ്ടാളതാണ് നിഷ്ഠൂരമായ കരാളഹസം ഉപയോഗിച്ച് താക്കുകൊണ്ട് അങ്ങനെ തന്നെ പണ്ട് ജാഥ വെച്ച് പോയപ്പോഴേ മുമ്പിൽ പോയി മുദ്രാവാക്യം വിളിച്ച് അവർ കാശ് കൊടുത്ത് വന്ന ആൾക്കാർ, അവർക്ക് മുദ്രാവാക്യമല്ല. അപ്പോൾ പുറകിൽ നിന്ന ആൾ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നാൽ അന്നത്തെ പോലെ തന്നെ ആൾക്കാർ ശില്പത്തികൾ പറഞ്ഞ് അങ്ങനെ പോയി. എവിടെയാണോ CP കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളിസിയാണത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദർശമാണ് ഈ വസിയത്തനുസരിച്ച് മുന്നോട്ട് വന്നത്. അപ്പോൾ അതമ്പതിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ അതമ്പതിച്ചു. ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ സമയം തീർന്നൊരു വേറൊരു കാര്യം പറയണം. അപ്പോൾ കോൺഗ്രസ്സുകാർ ഇങ്ങനെ ചെയ്യുന്നു, കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ ചെയ്യുന്നു, രാഷ്ട്രീയക്കാർ മൊത്തത്തിൽ നെറികേട് കാണിക്കുന്നു, സ്വന്തം കാര്യം മാത്രം. ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയേതര ചിന്തകളെ നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് മൊയ്തീൻ ഷാഹിൻ ഗ്രൂപ്പ് പറയുന്നത്? ഇപ്പം അതുപോലെ കാര്യമുണ്ട് നോക്ക്. ഇതൊന്നും ആരും പറയുന്നില്ലല്ലോ. എല്ലാവർക്കും സ്ഥാനമാനങ്ങൾ വേണം, മന്ത്രി വേണം, ഒരക്ഷരം പറയുന്നില്ല. ഇപ്പം വേറൊരു കാര്യം പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, മറ്റേ ഏതാണ് RSS പറഞ്ഞത് അറിയോ? കർണാടകയിൽ കേരള മുഖ്യമന്ത്രിയെ വിളിച്ച് ഒരു പള്ളിയുടെ ചടങ്ങ് വെച്ച്, ആ പള്ളി ചടങ്ങിൽ അവിടുത്തെ പൂജാരി അല്ലെങ്കിൽ സഭാ നേതാവ് അയാൾ ആവശ്യപ്പെട്ടത് അവിടെ അടുത്തുള്ള ഈ പള്ളി അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ പേര് ശിവാജി നഗർ മെട്രോ സ്റ്റേഷനാണ്. അത് മാറ്റിയിട്ട് സെൻറ്റ് മേരീസ് ആക്കണമെന്ന് പറഞ്ഞതാണ്. അത് തെറ്റല്ലേ എന്നാണ് RSS ചോദിക്കുന്നത്. ശിവാജി പോലെ ഒരു അറിയപ്പെടുന്ന നേതാവ് അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഭൂരിപക്ഷ സമുദായം ഇഷ്ടപ്പെടുന്ന ആളുടെ പേര് മാറ്റി സെൻറ്റ് മേരീസ് ആക്കണമെന്ന് പറഞ്ഞത് അങ്ങനെ ചിന്തിച്ചു തെറ്റല്ലേ എന്നാണ് RSS ചോദിക്കുന്നത്. അതിൽ കുറച്ച് കാര്യം ഇല്ലായില്ല. ഇതാണ് അവരുടെ കാര്യം. അവർ സോപ്പെടുന്ന അവരുടെ കാര്യം കാണാനാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലായില്ലോ. അപ്പോൾ അതാണ് അവസ്ഥ. ഇനി നമ്മളെ ചുരുക്കി ഇപ്പോൾ അതുകൊണ്ട് അതുണ്ട്. ഞാൻ ഇറാഖിലെ അല്ലെങ്കിൽ ഇറാനിലെ ആ പരിപാടിയിൽ കിടക്കാം. ഞാൻ പറയാണ് ഇവിടെ ഞാൻ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറഞ്ഞ പോലെ ലീഗ് നേതാക്കൾ പറഞ്ഞ പോലെ നെറികെട്ട അറബികളെന്ന് ഞാൻ പറയും, വ്യക്തമായിട്ട് പറയും. ഈയിടോ നെറികെട്ട അറബികൾ, ബുദ്ധിയില്ലാത്ത മണ്ടന്മാരെ. നിങ്ങൾക്ക് ഞാൻ ഭാഷ ചില മലം എന്ന് പറഞ്ഞാൽ കുറച്ച് ഭംഗിയുണ്ടെങ്കിലും തീട്ടം തിരണമെന്നുണ്ടെങ്കിൽ അർഷസ് അല്ലെങ്കിൽ ആ അർഷസ് പിടിച്ചവൻ്റെ
തിന്നണോ? നല്ല മാന്യമായി ഭക്ഷണം കഴിച്ചിരിക്കുന്നതാണ് തിന്നാൻ പാടില്ലേ എന്ന് പറഞ്ഞൂല. നിങ്ങൾ ഇപ്പോഴും അമേരിക്കയുടെ പിന്തുണയിൽ നിൽക്കല്ലേ? അമേരിക്കയുടെ കെയർ ഓഫിൽ നിങ്ങൾ നിന്നാൽ നിങ്ങളിൽ അനങ്ങാൻ പറ്റൂ നിങ്ങൾക്ക്? ഇന്നലെ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ചെയ്യേണ്ടത് പരിപൂർണമായിട്ട് ഇറാനായിട്ട് സഖ്യം ഉണ്ടാക്കുക, പരിപൂർണമായിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് കിഴക്കൻ രാജ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള ചൈന, റഷ്യ, അല്ലെങ്കിൽ മറ്റേ ഉത്തര കൊറിയ ഉൾപ്പെടെ നിങ്ങളോട് ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്ത് അമേരിക്ക എല്ലാവരും വിട്ടുകൊള്ളണം. നിങ്ങളുടെ ഒരു രാജ്യത്ത് ഒരു അമേരിക്കൻ പൗരനെ പോലും, നീ പൗരന്മാർ പോട്ടെ, പട്ടാളൊക്കെ നിർത്തരുത്. അത് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? GCC സമ്മേളനത്തിൽ പറ്റുമോ? ഉരുണ്ട് കളിച്ച് അവസാനം തന്ത്രമായിട്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നോ പ്രസ്താവന ഒതുക്കും. അത് ദിവസം എത്ര കഴിഞ്ഞു? ഇപ്പൊ വീണ്ടും ഇസ്രായേൽ പറഞ്ഞ് ഇനിയും പറയും. ഇസ്രായേൽ പറയുന്ന പോയിന്റ് കേൾക്കണം നിങ്ങൾ. അതായത് ഫലസ്തീനിൽപ്പെട്ട ഗസയിലുള്ള ഹമാസുകാരെ നിങ്ങളുടെ രാജ്യത്തിൽ താമസിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നുമില്ല, ഹമാസിനെ പുറത്തു വിടണം. അപ്പൊ ഞങ്ങൾ അവർ പോയി കൊന്നോളാം. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ നിങ്ങളുടെ രാഷ്ട്രം ആക്രമിക്കും. എവിടെ ഹമാസ് ഉണ്ടായാലും ഞങ്ങൾ ആക്രമിക്കും. എന്തൊരു ധിക്കാരവും എന്തൊരു അഹങ്കാരവും എന്തൊരു വൃത്തികെട്ട ഇതാണ്. ഒരു പരമാധികാര രാജ്യം. ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ ഖലിസ്ഥാൻ വാദമൊക്കെ കൃത്രിമമാണ്. ഇതുപോലെ ഒറിജിനൽ ജന്മനാടിന് വേണ്ടി വാദിക്കുന്ന ഖലിസ്ഥാനൊക്കെ സ്വന്തം നാടിനെ പിളർത്തിക്കൊണ്ട ഒരു തീവ്രവാദികളല്ല, ഒരു സംശയമില്ല. ഖലിസ്ഥാൻ വാദികൾ നമുക്കൊരു തീവ്രവാദികൾ തന്നെ പറയാം. ഒരു കാനഡയിലുണ്ട്, എല്ലാവർക്കും അറിയാം. അതിന് പേര് അവിടെ ചെന്ന് നമ്മുടെ പട്ടാളം ചെന്ന് ബോംബിട്ട് അവിടെ നശിപ്പിച്ചാൽ എങ്ങനെയിരിക്കും? ലോകം സമ്മതിക്കുമോ? അത് വാസ്തവ തീവ്രവാദികളാണ്, രാജ്യദ്രോഹികൾ തന്നെയാണ്. കാരണം നമ്മുടെ മാതൃരാജ്യത്തെ ഭിന്നിപ്പിക്കണം, അത് വിഭജിച്ച് പോകണം എന്ന് ആരും ചിന്തിച്ചാൽ അത് രാജ്യദ്രോഹ കുറ്റം തന്നെയാണ്. നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക, സംസാരിക്കുക, തെറ്റില്ല. അത് പിറന്ന് വേറെ രാജ്യമാണെന്ന് പറഞ്ഞാൽ അത് രാജ്യദ്രോഹം തന്നെയാണ്. അവര് കാനഡയിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ പട്ടാളം ചെന്ന് അവരെ ആക്രമിക്കുകയാണെങ്കിൽ അത് നീതിയാണോ? ഇത് അതിനേക്കാൾ അവർ ജന്മനാടിന് വേണ്ടിയിൽ വാദിക്കുന്നത്. ഞാൻ ഹമാസിന് വേണ്ടി വാദിക്കുന്ന ആളോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ആളല്ലെന്ന് സംശയം പറയാൻ നിങ്ങൾ വേണ്ട. പക്ഷെ നീതി വേണം. എന്ത് സോഷ്യൽ ജസ്റ്റിസ്, എങ്ങനെ തുല്യ നീതി വേണം. അങ്ങനെ വരുമ്പോൾ പലസ്തീൻ എന്ന് പറഞ്ഞത് അവർ സ്വതന്ത്ര രാജ്യമല്ലായിരുന്നോ? അവർ രാജ്യത്തിന് വേണം എന്ന് പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റുമോ? അതിനിപ്പോൾ ഇസ്രായേൽ പറഞ്ഞ പോയിന്റ്, ഈ ജയശങ്കർ വക്കീലൊക്കെ പറഞ്ഞ പോയിന്റ്, ഒക്ടോബർ 7-ാം തീയതി, ഇതിപ്പോൾ അടുത്ത മാസം ഒക്ടോബറാണ് 7-ാം തീയതി ഹമാസ് ഇസ്രായേലിൽ പോയി ആക്രമിച്ച് കുറേ പേരെ കൊന്ന് കുറേ ബന്ദികളാക്കി. അത് തെറ്റിൻ്റെ സംശയമൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് തെറ്റ് ചെയ്തവർ? അമേരിക്കയും ഇസ്രായേലും സൗദി അറേബ്യ പോലെയുള്ള ഉറക്കുന്ന രാജ്യങ്ങൾ അമേരിക്കയുടെ കീഴിൽ വരികയും ഇസ്രായേലിൽ അംഗീകരിച്ച് ബിസിനസ് പാർട്ട്ണറായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോഴേ ഹമാസിന്റെ പാലസ്തീൻ വിഷയം മറന്നുപോയി, ലോകം തന്നെ മറന്നുപോയി. അപ്പോൾ അവർ ഉണർത്തി. ഞാൻ പറഞ്ഞ 2-3 കാര്യങ്ങൾ പറഞ്ഞു. കുഞ്ഞിൻ്റെ പിന്നെ ആയുധം എന്താണ്? കരച്ചിലാണ്. സ്ത്രീകളുടെ ശക്തി കരച്ചിലാണ്. സ്ത്രീകളുടെ ശക്തി എന്താണ്? കണ്ണുനീരാണ്. പുരുഷന്റെ ശക്തിയാണ് ആയുധം. ഇത് 3ആണ് ശക്തി. കുഞ്ഞ് കരയും, നമ്മൾ കൊടുക്കും. കുഞ്ഞ് കരച്ചില്, മറ്റേ കണ്ണുനീർ, സ്ത്രീകൾ കണ്ണുനീര് അടിക്കും, ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ആങ്ങളമാരോ അച്ഛനൊക്കെ സഹായിക്കും. അതാണ്. അതുപോലെ അവരപ്പം അങ്ങോട്ട് കയറി. ഇതന്നെ കയറാൻ പറ്റുമോ? ഒരു ഈച്ച പോലും വന്നാലും പിടിക്കാൻ സംവിധാനമുള്ള മോസ്റ്റ് മോഡേൺ എക്യുപ്മെന്റ്സ് അമേരിക്കയുടെ ഉൾപ്പെടെ ഫിറ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലേക്ക് ഈ പാട്ട് കേട്ട് കയറി 10-30 കിലോമീറ്റർ കയറി അവിടെ ആക്രമിച്ച് വന്നപ്പോൾ ഇസ്രായേൽ അനുവദിച്ചു തന്നെയാണ്. കാരണം അവർ കമ്മ്യൂണിക്കേറ്റ് സിസ്റ്റം കംപ്ലീറ്റ് ഓഫായിരുന്നു. കറണ്ട് പോലും പവർ പോലും ഉണ്ടായില്ല. അവിടെ തുറന്നു കിടക്കാതെ വരുന്നപ്പോൾ അതൊരു അങ്ങനെ അവിടെ അകത്ത് കയറ്റിയിട്ട് അതിൻ്റെ പേരിൽ പിന്നെ കൊല്ലാം. അതാണ് നമ്മുടെ ടവർ. അമേരിക്കയിൽ പ്രധാനപ്പെട്ട 2 ടവർ ഈ ലോക പോലീസ് അറിയുന്ന അത് 5-6 പുറത്തുനിന്ന് പിള്ളേർ വന്ന് തകർത്തു എന്ന് വിശ്വസിക്കാൻ പറ്റുമോ അമേരിക്ക അറിയാതെ? സദ്ദാം ഹുസൈൻ ഇട്ടിരിക്കുന്ന ഡ്രോയറിന്റെ അല്ലെങ്കിൽ ഷഡ്ഡിയുടെ കളർ കണ്ടുപിടിക്കാൻ അമേരിക്ക സാധിക്കുന്നു അവർ പറയുന്നത് ശരിയാണ്. അങ്ങനെയുള്ള അമേരിക്കൻ പട്ടാളത്തിന് ഈ 3-4 പിള്ളേര് മാസങ്ങൾ ട്രെയിനിങ് നടത്തി വിമാനം കൊണ്ട് കൊടുത്തിച്ച് ടവർ കളഞ്ഞപ്പോഴേ അറിഞ്ഞില്ല, അവർ കയ്യേറിയതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഏത് പാർട്ടി സമ്മതിക്കൂടോ? ഏത് തെണ്ടിൽ വിശ്വസിക്കുന്നത്? അതുപോലെ ഇസ്രായേൽ കാണിച്ചത്
ഇസ്രായേൽ തുറന്നൊക്കെ അനുവാദം കൊടുത്തു, മിണ്ടാതിരുന്നു കയറിക്കൊടുന്നോളത്തിൽ. അതിപ്പോൾ കണ്ടെടുത്ത് അപ്പോൾ പേപ്പെട്ടിയെന്ന് വീട്ടപ്പോൾ തല്ലിക്കൊല്ലല്ലോ. എന്നിട്ട് പതിനാട് എല്ലാവരും പറയുന്നത് 7-ാം തീയതി കയറിയത് തെറ്റാണ്. അത് ശരി, നേരിട്ട് നോക്കിയാൽ ഇൻഡയറക്റ്റ് നോക്കിയാൽ തെറ്റ് തന്നെയാണ്. ഡയറക്റ്റ് നോക്കിയാൽ ഇൻഡയറക്റ്റ് നോക്കണം, അപ്പോൾ കാണാം. അത് ചേട്ടനുള്ള ലോകപ്പോൾ ചർച്ചയിലെടുത്തല്ലോ, 2-3 വർഷമായില്ല ഇപ്പോൾ. അപ്പം അതൊക്കെ അവർ നിലനിൽപ്പിന്. പക്ഷേ അങ്ങനെ ചെയ്യുന്ന രാജ്യത്തിലെ പ്രവർത്തകരെ സ്വതന്ത്ര രാജ്യത്ത് താമസിച്ചതിൻ്റെ പേരിൽ അവർ പുറത്താക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്ത് കൊന്നുകളയും എന്ന് പറയുമ്പോഴേ അതൊക്കെ അല്ലടോ ധിക്കാരവും രാജ്യദ്രോഹവും തെമ്മാടിത്തരവും. ആ തെമ്മാടി രാഷ്ട്രത്തെ വളർത്തിക്കൊണ്ടുവന്ന ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും പുറകിൽ നിന്നുകൊണ്ട് ഈ കള്ളന്മാരായ മണ്ടന്മാരായ അറബികളെ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടുന്നതാണ്? ഈ സംഭവം ഉണ്ടായിട്ട് 7-ാം തീയതി പറ്റല്ലേ സംഭവം? 7 വീടിന് എത്രയും 13ആയി. 6 ദിവസമായിട്ട് പോലും നിങ്ങൾക്കൊരു പത്രപ്രസ്ഥാനം കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു പ്രസ്താവന കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇനി നാളെയാണ് ഞായറാഴ്ച. അതിൻ്റെ ഐക്യരാഷ്ട്ര സംഘടന വലിയ സംഭവം ഉണ്ടായി. ഐക്യരാഷ്ട്ര സംഘടനയിൽ 120, 130, 140 രാജ്യങ്ങളായിട്ട് പലസ്തീന് രാജ്യം ദ്വിരാഷ്ട്രം 2 രാജ്യം വേണം എന്ന് പറഞ്ഞാൽ അനുകൂലിച്ചിട്ടുണ്ട്. 10 പേരാണ് ആകെ എതിർത്ത്. അതാരാണ്? അമേരിക്കയും ഇസ്രായേലും, ഞാനും അളിയനും. പിന്നെ ഈ പേര് ലോകത്ത് ആരും കേൾക്കാത്ത ബാക്കി 8 പേരുകാരും. അതൊക്കെ ഈ എറണാകുളം ജില്ലയുടെ എത്ര രാജ്യങ്ങളുള്ളൂ, അവർ മാത്രം അനുകൂലിച്ചുള്ളൂ. ബാക്കി ഫ്രാൻസ് വരെ എതിർത്തു. 8 രാജ്യം വേണമെന്ന് പറഞ്ഞത്. അമേരിക്ക ഇസ്രായേൽ അതിലേക്ക് തോറ്റു തൊപ്പിയിട്ടില്ലേ? പക്ഷെ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ, മുതലെടുക്കാൻ ഈ അറബികൾക്ക് സാധിക്കുന്നില്ലെന്നേ. സാധിക്കുന്നുണ്ടോ? നിങ്ങൾ ഇനി അമേരിക്കൻ സൃഷ്ടിയാണ് ഇസ്രായേൽ എങ്കിൽ അമേരിക്കക്ക് നിങ്ങൾ സംരക്ഷണം കൊടുത്താൽ നിങ്ങൾ എങ്ങനെ അവർ സഹായിക്കും? അവർക്ക് നിങ്ങൾ സഹായിക്കാൻ പറ്റുമോ? പറ്റൂല. അതാ പറയുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പാശ്ചാത്യ ശക്തികളുടെ ആ നീരാളിപ്പിടുത്തലിൽ നിന്ന് ഒഴിവായി ഇറാനെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെ ആയിട്ട് ശക്തമായ ബന്ധമുണ്ടാക്കി അമേരിക്ക പറഞ്ഞുകൊണ്ട് ഒരൊറ്റപ്പെട്ട ആൾക്കാർ പോലും ഞങ്ങളുടെ രാജ്യത്ത് വേണ്ടത് പറഞ്ഞുകൊണ്ടും അതൊരു തൻ്റെ ഇടം കാണിക്കുകയിൽ മാത്രമേ അറബികളെ നിങ്ങൾക്ക് ഇനി പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ തൻ്റെ ഇടം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചെടുക്കാം, അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ പറ്റില്ല. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിൽക്കും. ഒരായി നന്ദി. ജയ് ഹിന്ദ്.